SSLC തുല്യത പഠിതാക്കളെ കോളേജ് ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് ഈ വർഷത്തെ SSLC തുല്യതാ പരീക്ഷ ഈ മാസം നടക്കുകയാണല്ലോ. അതിൻ്റെ ഇംഗ്ലീഷ് വിഷയത്തിന് സാക്ഷരതാ മിഷൻ ഒരു മോഡൽ പരീക്ഷ നൽകിയിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം നന്നായി എഴുതി പഠിച്ചാൽ നിങ്ങൾക്ക് പാസ്സാകുവാനുള്ള മാർക്ക് ലഭിക്കും. നിങ്ങൾക്കറിയാം, ആ പരീക്ഷയിൽ ലഭിക്കേണ്ട പാസ് മാർക്ക് 60-ൽ 15 മിനിമം നേടിയിരിക്കണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലിയ ചോദ്യങ്ങളാണ് കാണുന്നത്. അത് കണ്ടുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല. ശരാശരിക്കാർക്ക് പാസ് മാർക്ക് നന്നായി പഠിച്ചവർക്കും A+ മാർക്കും നേടാനും സാധിക്കും. ചോദ്യം പരിശോധിച്ചതിൽ 25 മാർക്കിനുള്ള ചോദ്യങ്ങൾ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് ഉത്തരം എഴുതേണ്ടതാണ്. 35 മാർക്കിന് ഉള്ള ചോദ്യങ്ങൾ തന്നെ പാഠഭാഗത്തിൻ്റെ ചുരുക്കെഴുത്തും പൊതുവായി പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് നോട്ടീസ് തയ്യാറാക്കലും ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കലും സ്ലോഗൻസ് തയ്യാറാക്കലും ഡയറി അതോടൊപ്പം തന്നെ ലെറ്റർ പോലുള്ള ചോദ്യങ്ങളാണ്. കുറച്ച് ഭാഗം മാത്രമേ ഗ്രാമർ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് മോഡൽ പരീക്ഷയിലെ ചോദ്യം കൂടുതലായി ചോയ്സ് കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ഉത്തരവും പരീക്ഷയ്ക്ക് മുമ്പ് നന്നായി എഴുതി മനസ്സിലാക്കി പഠിച്ചു പോയാൽ ഈ പറഞ്ഞ എഴുത്തു പരീക്ഷയ്ക്ക് 60-ൽ 15 മാർക്ക് വളരെ എളുപ്പം വാങ്ങാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ആദ്യത്തെ 2-3 ചോദ്യങ്ങൾ പാഠഭാഗത്തിലെ പേസേജ് തന്നുകൊണ്ട് അതിനുള്ള ഉത്തരം തയ്യാറാക്കി നൽകുക എന്നുള്ളതാണ്. ഒന്നാമത്തെ പാഠഭാഗം നമുക്ക് നോക്കാം. Question 1 to 6. Read the excerpt from Seven Suzuki's speech and answer the question that follow. 1 score each. അതായത് ഒരു പാഠഭാഗം നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങൾ പഠിച്ച പാഠഭാഗമാണ്. അതിൽ 6 ചോദ്യം ഓരോ വരി അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസ് ഉത്തരം എഴുതിയാൽ 6 മാർക്ക് കിട്ടും. അപ്പോൾ 6 മാർക്ക് വളരെ എളുപ്പത്തിൽ ഒന്നാമത്തെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നേടാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ക്വസ്റ്റ്യൻ പാഠഭാഗം നിങ്ങൾ ക്ലാസ്സിൽ പഠിച്ച് കാണും. അതിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ആ ക്വസ്റ്റ്യനിൽ വന്ന എളുപ്പത്തിൽ കണ്ടെത്താനുള്ള മറ്റ് വഴികൾ നോക്കാം. അതായത് ക്വസ്റ്റ്യനിൽ വന്ന ചോദ്യത്തിലുള്ള വാക്കുകൾ അത് എവിടെയാണ് ഉത്തരത്തിൽ വന്നത് എന്ന് നോക്കാം. നിങ്ങൾക്ക് അത് സ്വന്തം ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഉത്തരത്തിലേക്ക് നേരിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ ചോദ്യഭാഗത്തിലെ ഭാഗത്തിന് അതിന് സമാനമായ ഉത്തരം മുകളിൽ ആ പാഠഭാഗം ഉണ്ടാവും. നിങ്ങൾ പാഠഭാഗത്തിലെ ആ ലൈന്, ആ ചോദ്യത്തിന് ഉത്തരമായി വരുന്ന ലൈന് കുറച്ച് നിങ്ങളുടേതായ മാറ്റം വരുത്തി എഴുതി കൊടുത്താൽ ഈസിയായി നിങ്ങൾക്ക് 1 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് നോക്കിക്കോ, ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഹാപ്പണിങ് ടു ആനിമൽസ് ഡ്യൂ ടു എൻവറോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ. നമുക്ക് ഉത്തരം ഓരോന്നോരോന്ന് പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി പോകാം. വാട്ട് ഈസ് ഹാപ്പണിങ് ടു ആനിമൽസ് ഡ്യൂ ടു എൻവറോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ. അതായത് പ്രകൃതിയിലെ നാശം കൊണ്ട് അല്ലെങ്കിൽ പരിസ്ഥിതിയിലെ വ്യതിയാനം കൊണ്ട് മൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. മൃഗങ്ങൾക്ക് മുകളിലത്തെ ഉത്തരം രണ്ടാമത്തെ ലൈനിൽ കാണാം, കൗണ്ട്ലെസ് ആനിമൽസ് ഡൈയിങ് അക്രോസ് ദിസ് പ്ലാനറ്റ്. കണ്ടില്ലേ? അതായത് എണ്ണമില്ലാത്ത മൃഗങ്ങൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതെയാകുന്നു, നശിച്ചു പോകുന്നു. അവർക്ക് എവിടെയും പോകാനില്ലാത്തത് കൊണ്ട്, അവർക്കൊരു ആവാസ കേന്ദ്രമില്ലാത്തത് നശിച്ചു പോകുന്നു എന്നുള്ള ഒരു സെൻറ്റൻസാണ്. ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ ഉത്തരം കാണാം. നിങ്ങൾ ജസ്റ്റ് ഉത്തരം മനസ്സിലാക്കുക.
അതിനുശേഷം ഈ ഉത്തരത്തിൻ്റെ നോട്ട്സായിട്ട് ഉത്തരം നൽകിയിട്ടുണ്ട്. ആ ഉത്തരത്തിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതി തയ്യാറാക്കിയോ നിങ്ങൾ പരീക്ഷയ്ക്ക് പോയിട്ട് എഴുതാവുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം രണ്ടാമത്തെ ചോദ്യം. ഹൂ ഈസ് ദ സ്പീക്കർ വൈ ഈസ് ദ സ്പീക്കർ എഫ്രൈഡ് ടു ഗോ ഇൻ ദ സൺ? വൈ മീൻസ് എന്തുകൊണ്ടാണ് ഈ സ്പീക്കർ, ഈ പറയുന്ന ആൾ സൂര്യൻ്റെ സാന്നിധ്യത്തിൽ പോകാൻ ഭയപ്പെടുന്നത്? വൈ ഈസ് ദ സ്പീക്കർ എഫ്രൈഡ് ടു ഗോ ഇൻ ദ സൺ? അത് പാഠഭാഗത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെ ഉണ്ട്. സൂര്യൻ്റെ സാന്നിധ്യത്തിൽ പ്രസൻസിൽ എന്തുകൊണ്ട് പുറമെ പോകാൻ ഭയപ്പെടുന്നു? അതായത് ഉത്തരം 5-ാമത്തെ ലൈനിൽ കാണാം. ഐ ആം എഫ്രൈഡ് ടു ഗോ ഔട്ട് ഇൻ ദ സൺ ബിക്കോസ് ഓഫ് ദി ഹോൾസ് ഇൻ ദി ഓസോൺ. ഓസോണിലുള്ള ഹോൾസ്, ദ്വാരങ്ങൾ കൊണ്ടാണ് അതിൻ്റെ ശരീരത്തിനെ അത് ദോഷകരമായി ബാധിക്കുമെന്ന് ഭയന്നിട്ടാണ് ആ സ്പീക്കർ പുറത്തു പോകാൻ ഭയപ്പെടുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം നോക്കുക. അപ്പോൾ 2 മാർക്ക് ഇത് ഈസിയായി കിട്ടി. പിന്നെ മൂന്നാമത്തെ നോക്കാം. വാട്ട് ഈസ് ദ സ്പീക്കർ കൺസേൺ അബൌട്ട് ദി എയർ ദേ ബ്രീത്ത്? ഈ അവർ ശ്വസിക്കുന്ന വായുവിനെക്കുറിച്ച് ഇയാളുടെ ഒരു ഉത്കണ്ഠ എന്താണ്? കൺസേൺ എന്ന് പറഞ്ഞാൽ ഉത്കണ്ഠ, ടെൻഷൻ. ഉത്കണ്ഠ എന്താണ്? സ്പീക്കേഴ്സ് കൺസേൺ അബൌട്ട് ദി എയർ ദേ ബ്രീത്ത്. നോക്കാം. ഐ ആം എഫ്രൈഡ് ടു ബ്രീത്ത് ദി എയർ ബിക്കോസ് ഐ ഡോണ്ട് നോ വാട്ട് കെമിക്കൽസ് ആർ ഇൻ ഇറ്റ്. അപ്പോൾ അവർ ശ്വസിക്കുന്ന വായുവിൽ എന്തൊക്കെ കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്, എന്തൊക്കെ രാസവസ്തു അടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ പോയിസൺ അടങ്ങിയിട്ടുണ്ട് എന്നത് ഭയം കൊണ്ടാണ് ഈ ശ്വസിക്കുന്ന എയർ പോലും, വായു പോലും ശ്വസിക്കാൻ പേടിയോടുകൂടി ശ്വസിക്കുന്നത്. അതാണ് അതിൻ്റെ ഉത്തരം. നാലാമത്തെ നോക്കുക. വാട്ട് വാസ് ദ സ്പീക്കേഴ്സ് എക്സ്പീരിയൻസ് വൈൽ ഫിഷിംഗ് വിത്ത് ഹെർ ഡാഡ് ഇൻ വാക്കോവർ? അത് തൻ്റെ ഡാഡിയുമായി മത്സ്യം പിടിക്കാൻ പോയ സന്ദർഭത്തിൽ ഇയാൾക്കുള്ള അനുഭവം എന്താണ്? അത് വളരെ ഒറ്റ വാക്കിൽ കാണുന്നുണ്ട് ഉത്തരം. വി ഫൗണ്ട് ദ ഫിഷ് ഫുൾ ഓഫ് ക്യാൻസേഴ്സ്. ആ ഒരു സെൻറ്റൻസ് എഴുതിയാൽ മതി. ക്യാൻസർ ബാധിച്ച മത്സ്യത്തെ കണ്ടുമുട്ടി എന്നുള്ളതാണ്. അടുത്ത് നോക്കുക. 5-ാമത്തെ ചോദ്യം. പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് നോട്ട് നൗ എക്സിസ്റ്റിംഗ്. നോക്കുക. നോട്ട് നൗ എക്സിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിലനിൽക്കാത്തത് എന്നുള്ളതാണ്. എക്സിസ്റ്റ് എന്ന് നിലനിൽക്കുക, ഇപ്പോഴും നിലനിൽക്കാത്തത് എന്ന് അർത്ഥം കാണിക്കുന്ന ഈ പാസേജിലെ, ഈ പാഠഭാഗത്തിലെ ഒരു വാക്ക് എടുക്കുക എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ വാക്കുണ്ട്, ഒരു വാക്ക് എടുക്കുക. ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു വാക്ക്. അതായത് വാനിഷിങ് ഫോർ എവർ എന്നുണ്ട്, അതോടൊപ്പം തന്നെ എക്സ്റ്റിങ്ക്റ്റ് എന്നുള്ള 2 വാക്കിൽ ഏതെങ്കിലും ഒരു വേർഡ് എഴുതിയാൽ മതി. വാനിഷിങ് ഫോർ എവർ എന്നാണ് ഉത്തരം. കുറച്ചും കൂടി ലളിതമായ ഉത്തരം. വാനിഷിങ് ഇല്ലാതെയാകുന്നു ഉള്ള അർത്ഥത്തിൽ. അടുത്ത ക്വസ്റ്റ്യൻ. വൈ ഈസ് ദ സ്പീക്കർ ഡസൻറ്റ് ഹാവ് ഓൾ ദി സൊല്യൂഷൻ? എന്തുകൊണ്ടാണ് സുസുക്കിക്ക് ഈ സ്പീക്കറിന് ഒന്നിനും ഒരു സൊല്യൂഷൻ ഇല്ലാത്തത്? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിഹാരം. എന്തുകൊണ്ടാണ് പല പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നതിന് പരിഹാരം കാണാൻ കഴിയാത്തത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, ഐ ആം ഓൺലി ലാസ്റ്റ് ലൈനിൽ നോക്കുക. ഐ ആം ഓൺലി എ ചൈൽഡ് ആൻഡ് ഐ ഡോണ്ട് ഹാവ് ഓൾ ദി സൊല്യൂഷൻ. അപ്പോൾ ഷീ ഈസ് ഓൺലി എ ചൈൽഡ്, ദാറ്റ്സ് വൈ ഷീ ഡസൻറ്റ് ഹാവ് ഓൾ സൊല്യൂഷൻ. അവൾ ഒരു കുട്ടി മാത്രമാണ്. കുട്ടി ആയതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാത്തിനും ഉത്തരവൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവൾക്ക് അറിയുന്ന കാര്യം മാത്രം പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവളുടെ ഐഡിയ. അപ്പോൾ നോക്കൂ, 6 ചോദ്യവും ഉത്തരമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതേ ലൈനായിട്ട് പഠിക്കാവുന്നതാണ്. അടുത്ത് നോക്കാം. 7 മുതൽ 10 വരെ ചോദ്യങ്ങൾക്ക് 7 to 10 റീഡ് ദ ലൈൻസ് ഫ്രം ദി പോയം സ്റ്റിൽ ഐ റൈസ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ 1 സ്കോർ ഈച്ച്. അപ്പോൾ ഇത് സ്റ്റിൽ ഐ റൈസ് എന്ന് പറയുന്ന, എന്നിട്ടും എങ്കിലും ഞാൻ ഉയരും, എങ്കിലും ഞാൻ ഉണർന്നെണീക്കും എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതായത് മായ ആംഗുലോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഠിക്കാനുള്ള ബുക്കിലെ 39-ാമത്തെ പേജിൽ വരുന്ന ഒരു കവിതയാണിത്. ആ കവിത നമുക്കറിയാം, പുരുഷ മേധാവിത്വത്തിനെതിരെയും സ്ത്രീകളെ പല സ്ഥലത്തും അംഗീകരിക്കപ്പെടാത്ത അതിനെക്കുറിച്ചുള്ള ഒരു സാഹചര്യത്തിൽ അതിനെതിരായി ഇവരുടെ ഈ കവിയുടെ വാക്കുകളാണ് നമുക്ക് കവിതയിൽ കാണുന്നത്. ആ കവിതയിൽ യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി വിത്ത് യുവർ ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ്. യു മേ ട്രോഡ് മീ ഇൻ എവരി ഡേർട്ട് ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ റൈസ്. അത് നമുക്കറിയാം, പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
did you want to see me broken, bowed head or lowered eyes, shoulders falling down like teardrops, weakened by my soulful cries? You may shoot me with your words, you may cut me with your eyes, you may kill with your hatefulness, but still like air I will rise. അതായത് ഒന്നാമത്തെ ലൈനിൽ തന്നെ യു മേ റൈറ്റ് മീ ഡൗൺ ഇൻ ഹിസ്റ്ററി, അതായത് നിങ്ങൾക്ക് എന്നെ ചരിത്രത്തിലേക്ക് പുറന്തള്ളാം, ചരിത്രത്തിലെ ഭാഗമായിട്ട് അപ്രധാനമായ എന്നെ ഒരു വസ്തുവായിട്ട് എന്നെ വ്യക്തിയായിട്ട് തള്ളപ്പെട്ടേക്കാം. എങ്ങനെ? വിത്ത് യുവർ ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ്, അങ്ങനെ വളച്ചൊടിച്ച കൈപ്പേറിയ വാക്കുകൾ കൊണ്ടും വളച്ചൊടിച്ച കളവുകൾ കൊണ്ടും. യു മേ ട്രോഡ് മീ ഇൻ എവരി ഡേർട്ട് ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ വിൽ റൈസ്, അതായത് നിങ്ങൾ എന്നെ ഏത് വൃത്തികെട്ട ഇടങ്ങളിലേക്കും എന്നെ നയിച്ചേക്കാം, പക്ഷേങ്കിൽ ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ്, ഞാനൊരു പൊടി പോലെ ഞാൻ ഉണർന്നെണീക്കും. അങ്ങനെ പോകുന്നു കവിതയുടെ അർത്ഥവും. അപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് പ്രതികൂല സാഹചര്യത്തിലും ഞാൻ ഉണർന്നു വരും എന്നുള്ള ഒരു ധ്വനി കാണിക്കുന്ന കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അത് കൂടുതൽ നിങ്ങൾക്ക് ക്ലാസ്സുകളിൽ പഠിച്ചു കാണും എന്ന് മനസ്സിലാക്കുന്നു. ഇനി ഇതിലെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ചോദിച്ചത് സിമ്പിൾ ചോദ്യമാണ്, ബ്രാക്കറ്റിൽ നിന്ന് എടുത്തത് ചോദ്യമാണ്, സ്വന്തമായിട്ട് പോലും എടുത്ത് എഴുതണ്ട, ബ്രാക്കറ്റിൽ നിന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്താൽ മതി. നോക്കുക, 7ാമത്തെ ചോദ്യം, വാട്ട് ഡസ് ദ ഫ്രേസ് ഐ വിൽ റൈസ് സിംബിളൈസ്ഡ് ഇൻ ദ പോയം? വാക്കുകൾ എപ്പോഴും പഠിച്ചിരിക്കണം, കവിതയിലെ വിഷമം പിടിച്ച വാക്കുകൾ, അതുപോലെ തന്നെ ആ ചോദ്യകർത്താവ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കണം. വാട്ട് ഡസ് ദ ഫ്രേസ് എന്ന് പറഞ്ഞാൽ ഐ വിൽ റൈസ് എന്നുള്ള ഫ്രേസ് ഒരു വാക്കുകളുടെ കൂട്ടം. സിംബിളൈസ് ഇൻ ദ പോയം, സിംബിളൈസ് എന്ന് പറഞ്ഞാൽ പ്രതീകമാകുന്നത്, അതായത് എന്താണ് അർത്ഥമാക്കുന്നത്, പ്രതീകമായിട്ട് എന്താണ് ആ ഫ്രേസ് എന്തിനെ കുറിക്കുന്നു എന്നാണ്. ഐ വിൽ റൈസ്, ഞാൻ ഉണരും, ഞാൻ ഉയർന്നെഴുന്നേൽക്കും എന്ന് പറയുന്ന ആ കൊട്ടേഷനിൽ കൊടുത്ത് കാണുന്നില്ലേ, അത് ശ്രദ്ധിക്കണം. ഐ വിൽ റൈസ് എന്നുള്ള ആ വാക്ക് എന്തിനെ അർത്ഥമാക്കുന്നു? അർത്ഥം നോക്കുക. ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ പരാജയപ്പെടുക. റെസിലൻസ് എന്നാൽ അതുപോലെ തന്നെ പ്രതിരോധിക്കുക. അതോടൊപ്പം തന്നെ സറണ്ടർ, കീഴടങ്ങുക. അതോടൊപ്പം ഇൻഡിഫറൻസ്, നിസ്സംഗത. അപ്പോൾ ഏതാണ് വരിക? ഡിഫീറ്റാണോ, പരാജയപ്പെടലാണോ, റെസിലൻസ് ആണോ? റെസിലൻസ് മീൻസ് പ്രതിരോധശേഷി, അല്ലെങ്കിൽ റെസിലിയൻസ് പ്രതിരോധിക്കുക. പിന്നെ സറണ്ടർ കീഴടങ്ങുക, ഇൻഡിഫറൻസ് നിസ്സംഗത. അപ്പോൾ നമുക്കറിയാം റെസീലിയൻസ് ആണ്. ഞാൻ ഉണർന്നെണീക്കും അല്ലെങ്കിൽ ഞാൻ ഉയർന്നു വരും എന്ന് പറയുമ്പോൾ പ്രതിരോധ ശേഷിയെ കുറിച്ച് കാണിക്കുന്നതാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ഉണർന്നു വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അടുത്ത് നോക്കുക, വിച്ച് ലൈൻ ഷോസ് ദാറ്റ് സ്പീക്കർ റിമെയിൻ സ്ട്രോങ് ഡിസ്പൈറ്റ് അഡ്വേഴ്സിറ്റി? വിച്ച് ലൈൻ ഷോസ്, ഏത് ലൈനാണ് സ്പീക്കർ റിമെയിൻ സ്ട്രോങ് ഡെസ്പൈറ്റ് അഡ്വേഴ്സിറ്റി? അർത്ഥമൊക്കെ മനസ്സിലാക്കുക. അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ പ്രതികൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ സ്പീക്കർ, ഈ കഥാപാത്രം ഉറച്ചു നിൽക്കും, സ്ട്രോങ് ആയി നിൽക്കും എന്ന് പറയുന്ന ലൈൻ ഏതാണ്? ഞാൻ എപ്പോഴും ആർക്കും വഴങ്ങിക്കൊടുക്കില്ല, ഞാൻ ധീരമായി ചെറുത്ത് നിൽക്കുമെന്ന് പറയുന്ന ലൈൻ ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ നോക്കുക, യു മേ ഷൂട്ട് മീ വിത്ത് യുവർ വേർഡ്സ്, നിങ്ങൾക്ക് എന്നെ വാക്കുകൾ കൊണ്ട് ഷൂട്ട് ചെയ്യാം. യു മേ കട്ട് മീ വിത്ത് യുവർ ഐസ്, നിങ്ങൾ കണ്ണുകൊണ്ട് നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യാം. ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ വിൽ റൈസ്, പക്ഷേങ്കിൽ ഞാൻ വീണ്ടും ഉണർന്നെണീക്കും, ഒരു പൊടി പോലെ, ഡസ്റ്റ് പോലെ. അതാണ് വരിക എന്ന് നോക്കാം. വീക്കൻഡ് ബൈ മൈ സോൾഫുൾ ക്രൈസ്, അതുപോലെ തന്നെ എൻ്റെ സോൾഫുൾ ഉള്ളിൽ തട്ടിയ ദുഃഖം കൊണ്ട് ഞാൻ നിരാശനായ ഞാൻ എന്ന് പറയുന്നുണ്ട്. അതിലേതാണ് ഇവിടെ വരിക എന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഉത്തരം സി ആണ്. ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ വിൽ റൈസ്, ഞാനിപ്പോഴും ഒരു ചാരത്തിൽ നിന്നും ഉണർന്നെണീക്കും എന്ന് പറയുന്ന വാക്ക് അവളുടെ സ്ട്രോങ് ആയ ആ പ്രതികൂല സാഹചര്യത്തിലും സ്ട്രോങ് ആയി ഉണർന്നെണീക്കും എന്നുള്ള വാക്കുകളുടെ ധ്വനിയാണ്, ലൈനാണ് മൂന്നാമത്തെ. ബട്ട് സ്റ്റിൽ ലൈക്ക് ഡസ്റ്റ് ഐ വിൽ റൈസ്. അപ്പോൾ മൂന്നാമത്താണ്, സി ആണ് ഉത്തരം. അത് സെലക്ട് ചെയ്തുകൊണ്ടും കവിതയുടെ ലൈന് വായിച്ചിട്ട് അർത്ഥം മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ എന്താണ് ചോദിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകും. പിന്നെ വരുന്ന ചോദ്യം, വാട്ട് മൈറ്റ് അതേഴ്സ് യൂസ് ടു ഹാം ദ സ്പീക്കേഴ്സ് റെപ്യൂട്ടേഷൻ അക്കോർഡിംഗ് ടു ദി പോയം? വാട്ട് മൈറ്റ് അതേഴ്സ് യൂസ് ടു ഹാം ദ സ്പീക്കേഴ്സ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പ്രശസ്തി. അക്കോർഡിംഗ് ടു ദി പോയം, ഈ പോയത്തിൻ്റെ അഭിപ്രായത്തിൽ
ഈ സ്പീക്കറുടെ പ്രശസ്തിയെ ഹാം ചെയ്യുന്ന അല്ലെങ്കിൽ ഡാമേജ് വരുത്തുന്ന ഉപദ്രവം വരുത്തുന്ന അല്ലെങ്കിൽ അപ്രശസ്തയാക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, എന്താ കാര്യം? അത് പോയത്തിലെ രണ്ടാമത്തെ ലൈനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവളെ ന്യൂനതയെക്കുറിച്ച് പറയുന്ന ഇവളുടെ പ്രശസ്തി ഇല്ലാണ്ടാക്കുന്ന വാക്കുകൾ എന്താണ്? ട്രൂത്ത് വേർഡ്സ്, ബിറ്റർ ട്വിസ്റ്റഡ് ലൈസ്, സൈലൻറ്റ് ഇൻഡിഫറൻസ്, ഫ്രണ്ട്ലി അഡ്വൈസ്. നമുക്ക് നിസ്സംശയം പറയാം, അത് രണ്ടാമത്തെ ലൈന് പറഞ്ഞത് ട്വിസ്റ്റഡ് ലൈസ് എന്നുള്ളതാണ്. വളച്ചൊടിച്ച കളവുകൾ. ബിറ്റർ കൈപ്പേറിയതും വളച്ചൊടിച്ചതുമായ കളവുകളാണ്, അവളെക്കുറിച്ചുകൊണ്ടുള്ള കളവുകളാണ്, അല്ലെങ്കിൽ താറടിക്കുന്ന അഭിപ്രായങ്ങളാണ് അവളുടെ പ്രശസ്തി ഇല്ലാണ്ടാക്കുന്നത്. ബാക്കി ട്രൂത്ത്ഫുൾ വേർഡ്സ് നമുക്കറിയാം, സത്യസന്ധമായ വാക്കുകൾ. സൈലൻ്റ് ഇൻഡിഫറൻസ്, എന്താ പറയേണ്ടത്, സൈലൻ്റായ നിസ്സംഗതയാണോ, അല്ലെ ഫ്രണ്ട്ലി അഡ്വൈസ്, സൗഹൃദപരമായ ഉപദേശമാണോ, അതൊക്കെ പ്രോത്സാഹനമാണ്. പക്ഷേ ഇത് മാത്രമേ അവൾക്ക് ഉപദ്രവമുള്ളകരമായ കാര്യങ്ങളായിട്ട് കവിക്ക് തോന്നുന്നത്. ബിറ്റർ ആൻഡ് ട്വിസ്റ്റഡ് ലൈസ് എന്നാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. 10ാമത് നോക്കുക. വാട്ട് ഡസ് ദ സ്പീക്കർ ഇംപ്ലൈ ബൈ സെയിങ്? ഇംപ്ലൈ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക. ശ്രദ്ധിക്കണം, വാക്കിൻ്റെ അർത്ഥം, ആ ഒരു വാക്ക് എന്നാണ് ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം മൊത്തത്തിൽ നിങ്ങൾ ഹൃദയസ്ഥമാക്കേണ്ടത്. വാട്ട് ഡസ് ദ സ്പീക്കർ ഇംപ്ലൈ? മുകളിൽ പറഞ്ഞ പോലെ ഓരോ വാക്കുകളും റെപ്യൂട്ടേഷൻ, പ്രശസ്തി, അങ്ങനെ വാക്കുകൾ പഠിക്കണം. അപ്പോൾ ഇവിടെ ഇംപ്ലൈ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക. ഈ സ്പീക്കർ എന്താണ് സൂചിപ്പിക്കുന്നത്? ഷോൾഡേഴ്സ് ഫാളിങ് ഡൗൺ ലൈക്ക് ടിയർ ഡ്രോപ്സ്. കവിതയുടെ ലൈനാണ്. എൻ്റെ ചുമലുകൾ കണ്ണീരണിഞ്ഞുകൊണ്ട് താഴോട്ട് എന്താ പറയുക, താഴോട്ട് നീങ്ങുന്നു, അല്ലെങ്കിൽ കുനിഞ്ഞു പോകുന്നു. എൻ്റെ കണ്ണീര് കൊണ്ട് ഞാൻ താഴോട്ട് ഷോൾഡർ താഴോട്ട് കുനിഞ്ഞു പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് വരിക? വാട്ട് ഡസ് സ്പീക്കർ ഇംപ്ലൈ? എന്തിനെ സൂചിപ്പിക്കുന്നു? സ്ട്രെങ്ത്, ശക്തിയാണോ? സാഡ്നെസ്, ദുഃഖമാണോ? അതുപോലെ തന്നെ ജോയ്, സന്തോഷമാണോ? ആങ്കറാണോ? അപ്പോൾ കണ്ണീരടിഞ്ഞ മനസ്സ്, കണ്ണീരുള്ള എനിക്ക് എൻ്റെ ഷോൾഡർ അപമാനഭാരത്താൽ ഞാൻ താഴ്ന്നു പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ സാഡ്നെസ് ആണ്, ദുഃഖം കൊണ്ടാണ് കണ്ണീര് വരുന്നത്. അതുകൊണ്ട് തന്നെ സാഡ്നെസ് ആണ് അവിടെ ഉത്തരം വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനടുത്ത ഒരു ചോദ്യം പാഠഭാഗത്തു നിന്നേ അല്ല, അത് നിങ്ങൾക്ക് ഭാഷ വായിച്ച് കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ഒരു ചോദ്യമാണ്. ഞാൻ ഈ ചോദ്യം വായിച്ചു തരാം. അത് പാസേജ് അതോടൊപ്പം തന്നെ ഞാൻ അങ്ങ് അർത്ഥം പറഞ്ഞു പോകാം. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ അതിന് പിന്നീട് കൊടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. നിങ്ങൾ നോക്കാവുന്നതാണ്. ബേർഡ്സ് ആർ ഫാസിനേറ്റിംഗ് ക്രിയേച്ചേഴ്സ് വിത്ത് സോ മച്ച് ടീച്ചേഴ്സ് അബൌട്ട് ദി നേച്ചർ ബേർഡ്സ്. ഇവിടെ പക്ഷികൾ പലപ്പോഴും നമുക്ക് ഫാസിനേറ്റിംഗ് ക്രിയേച്ചേഴ്സാണ്. ബേർഡ്സ് ആർ വളരെയധികം ആകർഷകമായ ഒരു ജീവിയാണ്, പ്രകൃതിയിലെ ഒരു ജീവിയാണ്. ധാരാളം കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവിയാണ് പക്ഷികൾ. ബേർഡ്സ് ആർ ഫാസിനേറ്റിംഗ് ക്രിയേച്ചേഴ്സ് വിത്ത് സോ മച്ച് ടു ടീച്ച് അസ് അബൌട്ട് ദി നാച്ചുറൽ വേൾഡ്. ഈ പ്രകൃതിയിലെ ഈ ലോകത്ത് നമ്മളെ അത്ഭുതപരന്തരാക്കുന്ന ഒരു വിഭാഗമാണ് പക്ഷികൾ. പല കാര്യങ്ങളും ഞങ്ങൾ അവരിൽ നിന്നും പഠിക്കാനുണ്ട്. ബൈ സ്റ്റഡിയിങ് ദം വി ക്യാൻ ലേൺ അബൌട്ട് ദി ഇക്കോളജി ഓഫ് അവർ മദർ എർത്ത് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവിങ് അവർ എൻവറോൺമെൻറ്റ്. വി ക്യാൻ ലേൺ അബൌട്ട് ദി എക്കോളജി. നമുക്ക് എന്ത് പഠിക്കാം? അവരെ പഠിച്ചുകൊണ്ട്, ഈ പക്ഷികളെ പഠിച്ചുകൊണ്ട് എന്ത് പഠിക്കാമെന്ന് പറയുന്നുണ്ട്. വി ക്യാൻ ലേൺ അബൌട്ട് ദി ഇക്കോളജി ഓഫ് അവർ മദർ എർത്ത്. ഈ ഭൂമിയിലെ പരിസ്ഥിതി ശാസ്ത്രം പോലും നമുക്ക് പക്ഷിയിൽ നിന്നും പഠിക്കാം. അതോടൊപ്പം തന്നെ ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് കൺസർവിങ് അവർ എൻവറോൺമെൻറ്റ്. മാത്രമല്ല നമ്മുടെ പ്രകൃതിയെ പരിപാലിക്കണം, അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷിക്കണം എന്നുള്ള പ്രാധാന്യം കൂടി ഈ പക്ഷികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദ സ്റ്റഡി ഓഫ് ബേർഡ്സ് ഈസ് കോൾഡ് ഓർണിത്തോളജി. നമ്മൾ പക്ഷികളുടെ പഠനത്തെ വിളിക്കുന്ന പേരാണ് ഓർണിത്തോളജി. ബേർഡ് ഡൈവേഴ്സിറ്റി ഈസ് സോ ഇമ്മെൻസ് that no one can guess the exact number of and variety of birds in the world. ഈ വളരെയധികം ധാരാളം ബേർഡ്സ് ഡൈവേഴ്സിറ്റി, ബേർഡിൻ്റെ വൈപുല്യം, വിപുലത,
അത്രയധികം ധാരാളം ബേർഡുകൾ നമുക്ക് ഈ പ്രകൃതി കാണാം. സോ ഇമ്മെൻസ് ദാറ്റ് നോ വൺ ക്യാൻ ഗസ് ദാറ്റ് ദി എക്സാക്ട് നമ്പർ ആൻഡ് വെറൈറ്റി ഓഫ് ബേർഡ്സ് ഇൻ ദ വേൾഡ്. ഈ കറക്റ്റായിട്ട് എത്ര ഇനം പക്ഷികളുണ്ടെന്നോ എത്ര എണ്ണം പക്ഷികളുണ്ടെന്നോ പോലും ഞങ്ങൾക്ക് പ്രവചിക്കാൻ പോലും പറ്റില്ല. ദർ ആർ അപ്രോക്സിമേറ്റ്ലി അവർ ഏകദേശം 10,000-ഓളം വ്യത്യസ്തമായ പക്ഷികൾ ഈ ലോകത്തുണ്ട് എന്നാണ് പറയുന്നത്. സയൻറ്റിസ്റ്റ് ബിലീവ് ദാറ്റ് ദർ ആർ ഈവൺ മോർ ദാൻ ദാറ്റ് മേ നോട്ട് ബി യെറ്റ് ഡിസ്കവേർഡ് ഓർ ക്ലാസിഫൈഡ്. ശാസ്ത്രജ്ഞന്മാർക്ക് അവർ വീണ്ടും പഠനം നടത്തിയിൽ പറയുന്നത് ഇനിയും കണ്ടെത്താത്ത, ഇനിയും തരംതിരിക്കാൻ പറ്റാത്ത ധാരാളം ബേഡ്സുകൾ, പക്ഷികൾ നമ്മുടെ ഇടയിൽ ഇനിയും ഉണ്ട് എന്നാണ് പറയുന്നത്. ബേഡ്സ് ആർ ഫൗണ്ട് ഇൻ എവരി കോണ്ടിനെൻറ്റ്. പക്ഷികളെ നമ്മൾ എല്ലാ ഭൂഖണ്ഡത്തും കാണാം. ആൻഡ് ഇൻ എവരി ഹാബിറ്റാറ്റ്, എല്ലാ ആവാസ സ്ഥലത്തും കാണാം. എവിടെയൊക്കെ ഫ്രം ദി ആർട്ടിക് ടു ദി ട്രോപ്പിക്കൽ റീജിയൻ, ആർട്ടിക് മുതൽ ട്രോപ്പിക്കൽ റീജിയൻ വരെ, ഉഷ്ണമേഖലാ ഭാഗത്ത് വരെ ഈ പക്ഷികളെ കാണാം. ദർ കളേഴ്സ് ആർ സോ ഡൈവേഴ്സ് ആൻഡ് ഔസം. അതിൻ്റെ നയനമനോഹരമായ, അത് വളരെ ഗംഭീരമായ വ്യത്യസ്തമായ കളറിൽ, നിറത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. ബേഡ്സ് ആർ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പീഷീസ് ഇൻ അവർ പ്ലാനറ്റ്. പക്ഷികൾ നമ്മുടെ ജീവജാലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്. ബേഡ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ എക്കോസിസ്റ്റം. ബേഡ്സ് ഈ പ്രകൃതി പരിസ്ഥിതിയിൽ ഒരു പ്രധാന റോളുണ്ട്, പങ്കുണ്ട്, വളരെ നിർണായകമായ ക്രൂഷ്യൽ റോളുണ്ട് എന്നാണ്, നിർണായകമായ പങ്ക് വഹിക്കുന്നു. ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ പോളിനേറ്റിംഗ് പ്ലാന്റ്സ്. ഈ പക്ഷികളാണ് ഈ ചെടികളിൽ പരാഗണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഡിസ്പേഴ്സിങ് സീഡ്, വിത്ത് വിതരണം, വിതരണം ചെയ്യുക, വിത്ത് വിതരണം നടക്കുന്നുണ്ട്. ആൻഡ് കൺട്രോളിങ് പെറ്റ്സ്, അതുപോലെ തന്നെ കീടങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. ഈ പക്ഷികൾ ഇങ്ങനെയൊക്കെ സർവീസ് ഹ്യൂമാനിറ്റിക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദേ ഓൾസോ പ്രൊവൈഡ് എസ് ഫുഡ്. അത് നമുക്ക് നേരിട്ടല്ലാതെയെങ്കിലും ഭക്ഷണം തരുന്നു. ആൻഡ് ഫെതേഴ്സ് ആൻഡ് ആർ ഓഫ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ആൻഡ് എൻജോയ്മെൻറ്റ്. അങ്ങനെ നല്ല ഭംഗിയുള്ള ചിറകുകൾ, അതോടൊപ്പം തന്നെ എല്ലാം കൊണ്ടും അത് നമുക്കൊരു ഇൻസ്പിറേഷൻ, പ്രചോദനവും എൻജോയ്മെൻറ്റും ഈ പക്ഷികൾ നമുക്ക് നൽകുന്നതായി കാണാം. ഡെസ്പൈറ്റ് ദർ ഇമ്പോർട്ടൻസ്, ബേർഡ്സ് ആർ ഡിക്ലൈനിങ് വേൾഡ് വൈഡ് ഡ്യൂ ടു വേരിയസ് ഫാക്ടേഴ്സ്. ഇത്രയധികം പ്രാധാന്യം ഉണ്ടായിട്ട് പോലും പക്ഷികൾ ഇന്ന് ലോകത്ത് പല കാരണങ്ങൾ കൊണ്ട്, വേരിയസ് ഫാക്ടേഴ്സ്, ധാരാളം കാരണങ്ങൾ കൊണ്ട് ഈ പക്ഷികൾ ലോകത്ത് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇൻക്ലൂഡിങ് ഹാബിറ്റാറ്റ് ലോസ്. മാത്രമല്ല അതിൻ്റെ ആവാസ സ്ഥലങ്ങളും നശിച്ചു പോകുന്നു. പൊല്യൂഷൻ ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച്. അതിൻ്റെ ആവാസ സ്ഥലങ്ങൾ ഇല്ലാതെയാവുകയും ഈ പ്രകൃതി മലിനീകരണം കൊണ്ടും പൊല്യൂഷൻ കൊണ്ടും ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും ഈ ആവാസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ടും ഈ പക്ഷികൾ നമ്മളെ മുന്നിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. ആ വർഗം തന്നെ, ആ വിഭാഗം തന്നെ കുറഞ്ഞു വരുന്നു. ഇറ്റ് ഈസ് അപ്പ് to us to take action to protect birds and their habitat. It is up to us. അത് ഞങ്ങളുടെ കടമയാണ്. ഈ പക്ഷികളുടെയും ഈ പക്ഷി വിഭാഗങ്ങളുടെയും ഈ വൈവിധ്യമാർന്ന പക്ഷികളെയും അവരുടെ ആവാസ സ്ഥാനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ള കടമ ഞങ്ങളിലാണ് എന്നുള്ളതാണ് ഈ പാസേജിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. വാട്ട് can we learn from studying birds? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. By studying them, we can learn about the ecology of our Mother Earth and importance of conserving our environment. അതായത് ഈ പക്ഷികളെ പഠിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. അത് മോള് പറഞ്ഞത് ഈ ഭൂമിയെക്കുറിച്ചുള്ള പരിസ്ഥിതിയിലെ പല കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ പ്രകൃതിയിലെ സംരക്ഷിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും ഞങ്ങൾ ആ പക്ഷികളെക്കുറിച്ച് പഠനം നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തെ ലൈൻ ബൈ സ്റ്റഡിയിങ് ദം, രണ്ടാമത്തെ ലൈനാണ് ബൈ സ്റ്റഡിയിങ് ദം വി ക്യാൻ ലേൺ അബൌട്ട് ദി എക്കോളജി ഓഫ് അവർ മദർ എർത്ത്. നമുക്ക് ഭൂമിയിലെ അതിൻ്റെ പരിസ്ഥിതി ശാസ്ത്രം പഠിക്കാൻ പറ്റും, അതിൻ്റെ ഭൂമിയിലെ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു പോയിൻ്റാണ് വേണ്ടത്. അക്കോർഡിംഗ് ടു ദി പാസേജ് ഹൗ മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ആർ ദർ? അത് ഈസിയാണ്. ദർ ആർ അപ്രോക്സിമേറ്റ്ലി 10,000 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ഇൻ ദി വേൾഡ്. അത് ചോദിക്കുന്നത് ഈ പാസേജ് പ്രകാരം എത്ര വ്യത്യസ്ത ഇനങ്ങൾ പക്ഷികളുണ്ടെന്നുള്ളതാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, അക്കങ്ങൾ വ്യക്തമായിട്ട് കാണാം, 10,000-ൽ മുകളോളം ഉണ്ട് എന്നാണ് പറയുന്നത്. വേർ ഡു ദേ ലീവ്? അത് എവിടെ ജീവിക്കുന്നു പറയുമ്പോൾ ബേർഡ്സ് ആർ ഫൗണ്ട് എന്ന് കാണുന്നില്ലേ? ബേർഡ്സ് ആർ ഫൗണ്ട് ഇൻ എവരി കോണ്ടിനെൻറ്റ് ആൻഡ് എവരി ട്രോപ്പിക് ഹാബിറ്റാറ്റ് ഫ്രം ദി ആർട്ടിക് ആൻഡ് ട്രോപ്പിക്കൽ റീജിയൻ. ആർട്ടിക്കൽ മുതൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ വരെ ഈ ഭൂഖണ്ഡത്തിൽ പക്ഷികളെ കാണാമെന്ന് പറഞ്ഞത്. ഇനി അടുത്തത് ചോദ്യം വരുന്നത്
വൈ ആർ ദി ബേർഡ്സ് ഇമ്പോർട്ടൻ്റ് അവർ പ്ലാനറ്റ്? എന്താണ് ഈ പ്ലാനറ്റിലെ ബേഡ്സുകൾ നമുക്ക് പ്രാധാന്യമുള്ള എന്തുമാണ്, അതിന് നമുക്ക് തരുന്ന സർവീസ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് ഇവിടെ ഉത്തരത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ബേർഡ്സ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ എക്കോസിസ്റ്റം ആൻഡ് ആർ റെസ്പോൺസ് ഫോർ പോളിനേറ്റിംഗ് പ്ലാന്റ്സ്, ഡിസ്പേഴ്സിങ് സീഡ്സ് ആൻഡ് കൺട്രോളിങ് പെസ്റ്റ്. അതായത് പരാഗണം നടക്കാൻ, ചെടികൾ പരാഗണം നടക്കാൻ ഈ പക്ഷികൾ വേണം, അതുപോലെ തന്നെ വിത്ത് വിതരണം ചെയ്യാൻ പക്ഷികൾ വേണം, അതുപോലെ തന്നെ കീടങ്ങളെ നശിപ്പിക്കാൻ പക്ഷികൾ വേണം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമുക്ക് പ്രാധാന്യമുള്ള ഒന്നായി മാറുന്നത് എന്ന് ചോദ്യം. അതിന് ഉത്തരം ആ പാരഗ്രാഫിൻ്റെ അവസാനത്തെ ലൈനോട് ചേർന്ന് ആ ലൈൻ അതേപോലെ എഴുതി കൊടുത്താൽ മതി. നിങ്ങൾക്ക് സ്വന്തമായി മാറ്റാൻ പറ്റുന്ന സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ലൈന് മുഴുവൻ ഒരു ലൈനിങ് എഴുതി കൊടുത്താൽ മതി. ലാസ്റ്റ് വരുന്നത് വൈ ആർ ദ ബേർഡ്സ് ഡിസപ്പിയറിങ്. എന്തുകൊണ്ടാണ് പക്ഷികൾ ഡിസപ്പിയർ ചെയ്യുന്നത്, ഇല്ലാതെയാകുന്നത്? അപ്പോൾ ലാസ്റ്റത്തെ ലൈനാണ് Despite imports, birds are declining worldwide due to various factors including habitat loss, pollution and climatic change. അതാണ് അതിൻ്റെ ഉത്തരം വരിക. പ്രകൃതിയിലെ മാറ്റങ്ങൾ കൊണ്ടും ഈ പരിസര മലിനീകരണം കൊണ്ടും അതിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നുള്ള വ്യത്യസ്തമുള്ള ഘടകങ്ങൾ കൊണ്ടാണ് പക്ഷികളില്ലാതെയാകുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് 3 പേസേജിൻ്റെ ഉത്തരം. ഇനി 20 മാർക്കിൻ്റെ ഭാഗങ്ങൾ ഞാൻ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നുണ്ട്. അത് ഒരു പാരഗ്രാഫിൻ ചോദ്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു ചോദ്യം കൂടി മനസ്സിലാക്കി അതും കൂടി പറഞ്ഞ് ഇന്നത്തെ പാഠഭാഗത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അത് ഒരു സെക്കൻഡ് പാർട്ടായി ബാക്കി വരുന്ന ഭാഗം നെക്സ്റ്റ് തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഇനി ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് നോക്കാം. അതായത് ആൻസർ 16 to 19, ആൻസർ എനി 2 questions ഫ്രം ദി ഫോളോയിങ്, 6 score ഈച്ച്. 6 മാർക്കുള്ള ചോദ്യമാണ്. ഒരു പാരഗ്രാഫ്, നിറഞ്ഞൊരു പാരഗ്രാഫ് എഴുതി കൊടുക്കണം. അപ്പോൾ പാരഗ്രാഫ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാഠഭാഗത്തിലെ കഥകൾ പോലെ ഉള്ള പാഠഭാഗത്തിൻ്റെ കഥ ചുരുക്കി എഴുതി കൊടുത്താൽ മതി. അതിന് സൂചന, ഹിൻസ് തന്നിട്ടുണ്ടാവും. അപ്പോൾ നോക്കുക, ആ ഹിൻസ് എന്ന് പറഞ്ഞാൽ സൂചന തന്നിട്ടുണ്ട്. ആ സൂചന നിങ്ങൾ നോക്കിയിട്ടില്ലെങ്കിലും കഥയുടെ ഭാഗം നിങ്ങൾ പ്രധാനപ്പെട്ട പാഠഭാഗത്തിൻ്റെ കഥ സമ്മറി നിങ്ങൾക്ക് ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതുക. അപ്പോൾ നോക്കുക, പ്രിപ്പയർ എ പാരഗ്രാഫ്, ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക. ഓൺ ഹൗ ദി ഓൾഡ് മാൻ മെയ്ഡ് യൂസ് ഓഫ് ദി ലെസൺ ഹീ ഹാഡ് ലേൺഡ് ടു സേവ് ദി ലൈവ്സ് ഓഫ് മെനി പീപ്പിൾ ഇൻ ദി സ്റ്റോറി. ദ ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽഡ് നമ്മുടെ പാഠത്തിൻ്റെ ഒന്നാമത്തെ ലെസനാണ്. ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽഡ് എന്നുള്ള പാഠഭാഗത്തിൽ ഹൗ ദ ഓൾഡ് മാൻ മെയ്ഡ് യൂസ് ഓഫ് ദി ലെസൺ ഹി ഹാഡ് ലേൺ ടു സേവ് ദി ലൈഫ്സ് ഓഫ് മെനി പീപ്പിൾ ഇൻ ദി സ്റ്റോറി. ഈ കഥയിലെ ധാരാളം ജനങ്ങളുടെ ജീവൻ രക്ഷിച്ച ഈ ഓൾഡ് മാൻ്റെ സ്വന്തം അനുഭവ ജീവിത പാഠം കൊണ്ട്, ഓൾഡ് മാൻ്റെ സ്വന്തം പ്രായോഗിക ബുദ്ധി കൊണ്ട് ഈ കഥയിൽ കുറേ പേരെ ജീവൻ രക്ഷിക്കുന്നത് കാണുന്നുണ്ട്. ആ കഥ ചുരുക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഹിൻസ് നോക്കിക്കോ. ഓൾഡ് മാൻ ലിവ്സ് വിത്ത് ഹിസ് ഗ്രാൻഡ് സൺ. ഓൾഡ് മാൻ ഗ്രാൻഡ് സണ്ണിൻ്റെ കൂടെ താമസിക്കുന്നു. സീസ് സംതിങ് സ്ട്രേഞ്ച്, അപൂർവമായ ഒന്ന് കാണുന്നു. റിമെമ്പേഴ്സ് ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് വേർഡ്സ്, ഗ്രാൻഡ് ഫാദറിൻ്റെ വാക്കുകൾ ആലോചിക്കുന്നു. സെറ്റ്സ് ഫയർ ടു ഡ്രൈ പാഡി ഫീൽഡ്, നെൽവയൽ, ഉണങ്ങിയ നെൽവയൽ തീ കൊളുത്തുന്നു. പീപ്പിൾ റാൻ ടു സേവ് ദി ഫീൽഡ്, പീപ്പിൾ അവിടത്തേക്ക് ഓടിപ്പോകുന്നു. ഹ്യൂജ് വേവ്സ് റോൾഡ് ഇൻ ഫ്രം ദി സീ, വലിയ തിരമാല കടലിൽ നിന്നും കരയോട് വന്ന് അടിക്കുന്നു. പീപ്പിൾ സേവ്ഡ് ഫ്രം സുനാമി, അങ്ങനെ സുനാമിയിൽ നിന്നും പീപ്പിളിനെ രക്ഷപ്പെടുന്നു. ഈ കഥയ്ക്ക് ഉത്തരം നോട്ടായിട്ട് ഇനി പിറകെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് പഠിക്കുക. ഇത് മാത്രമാണ്. ഏകദേശം 20 മാർക്കിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ സൂചിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഒരു പാർട്ട് കൂടി കൊണ്ട് അടുത്ത ഭാഗം നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നതാണ്. ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ഷോവും കൂടി കാണിച്ചു തരാം. അത് പിന്നെ വരുന്നത് അതിൻ്റെ ഉത്തരമാണ്. ആ ഉത്തരം നിങ്ങൾക്ക് നോക്കുക. ഞാൻ സ്ക്രീൻ ഉത്തരത്തിലേക്ക് പോകാം. തൽക്കാലം നിർത്തുക.